നാലാമത്തെ വാഗ്ദാനം എന്താണ്? നിന്റെ ഉദ്യമങ്ങളിലെല്ലാം നീ വിജയം വരിക്കും. ഉദ്യമങ്ങളിലെല്ലാം നീ വിജയം വരിക്കും. അതിനെന്താണെന്നറിയാം? 8-ാമത്തെ വാക്യം, ന്യായപ്രമാണ ഗ്രന്ഥം എപ്പോഴും നിന്റെ അധരത്തിൽ. അതാണ് അതിന്റെ കീ, അതാണ് അതിന്റെ താക്കോൽ, അതാണ് അതിന്റെ വഴി, അതാണ് അതിന്റെ ക്ലൂ. ഈ വാഗ്ദാനങ്ങളെല്ലാം പ്രാപിക്കാൻ എന്ത് ചെയ്യണം? ന്യായപ്രമാണ ഗ്രന്ഥം എപ്പോഴും നിന്റെ അധരത്തിൽ. വചനം നാവിൽ വേണം. വചനം നാവിൽ വേണമെങ്കിൽ ഹൃദയത്തിന്റെ തികവിൽ നിന്നാണ് അധരം സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ വചനം നാവിൽ വരണമെങ്കിൽ വചനം ചങ്കിൽ കയറണം ആദ്യം. വചനം അകത്ത് കയറിയാൽ വചനം അധരത്തിൽ വരും. മനസ്സിലായ? ഒരു ആപത്ത് നേരത്ത്, ഒരു ആവശ്യ നേരത്ത് വചനം പുറത്തു വരണമെങ്കിൽ നമ്മൾക്ക് വചനം ഹൃദയത്തിൽ വേണം. അതുകൊണ്ട് പരിശുദ്ധ അമ്മ കാത്തു സൂക്ഷിച്ചതുപോലെ വചനം ഹൃദയത്തിൽ കാത്തു സൂക്ഷിക്കണം. എപ്പോ വചനം കേട്ടാൽ അത് ഒരു വചനം പോലും പാഴാക്കി കളയരുത്. അതെല്ലാം തന്നെ ഏറ്റെടുക്കണം. ചില ആളുകള് പറയാറുണ്ട്, അച്ഛാ ഞാൻ എന്ത് ചെയ്താലും പരാജയമാണ്. ഞാന് ഒരു കട തുടങ്ങി, അത് പരാജയപ്പെട്ടു. ഞാന് ഒരു ജോലിക്ക് പോയി, അവിടെ തന്നെ പറഞ്ഞു വിട്ടു. ഞാൻ ഒരു കുടുംബം ആരംഭിച്ചു, അതിന്റെ അവസ്ഥ പറയാതിരിക്കുകയാണ് ഭേദം. എനിക്ക് പിള്ളേരുണ്ട്, അതുങ്ങളെ കുറിച്ച് എന്നെ ഓർമ്മിപ്പിക്കുക പോലും ചെയ്യരുത്. എല്ലാ അർത്ഥത്തിലും ഞാൻ ഒരു പരാജയമാണ്. ഇങ്ങനെ തുടങ്ങിയ കാര്യങ്ങളിലെല്ലാം പാതി വഴിയിൽ എവിടെയോ പരാജയത്തിന്റെ കയ്പ് നീര് നുകരുന്ന ആരെങ്കിലും ഈ ഉച്ചഭാഷിണിയിലൂടെ സ്വരം കേൾക്കുന്നുണ്ടെങ്കിൽ, ഈ ലോകത്ത് പരാജയത്തെ മാറ്റാൻ സഹായിക്കുന്ന ഒരു വലിയ ഔഷധം ബൈബിളിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട്. അതിന്റെ പേരാണ് ദൈവത്തിന്റെ വചനം. രാവും പകലും ദൈവവചനം ഒരു വ്യക്തി ധ്യാനിച്ചാൽ, ന്യായപ്രമാണ ഗ്രന്ഥം ഒരു വ്യക്തിയുടെ അധരത്തിലും ഹൃദയത്തിലും ഉണ്ടായാൽ ആ വ്യക്തിക്ക് വിജയമുണ്ടാവും, അഭിവൃദ്ധി ഉണ്ടാവും.